How much I told you to find out this answer. Did you find out? Repeat the activity with salt, sand, sawdust, and chalk powder. What happens to each one of them? Fill in the table. Did you do that? This one. If you are stuck, what you have to do? You have to attend the YouTube class. Don't attend that. I was stuck. If you are stuck afterwards, you can attend the YouTube class, isn't it? So, here 2 more people are there. Say hi. Hi. And what about you, Ashwin? Say hi to your friends. No sound for them. Okay. Okay. So, if you put sugar, it is soluble or insoluble? Heaven. Soluble. If you put sugar, okay. If you put sugar in the water, what will happen? And if you stir it, what will happen? It will solute in this or in the water. Okay. Salt. Heaven, please answer. Huh? Yes. Yes means Soluble. water. Soluble. Sand. Not soluble. Huh? No. Dissoluble. Insoluble. Okay. Insoluble. Sawdust. Yeah. Sawdust. Podi podi. ഇതിന്റെ എന്താണ് മരത്തിന്റെ ഒക്കെ പൊടി Soluble. സൊല്യൂബിൾ ആണോ? Soluble. ഇൻസൊല്യൂബിൾ. മരത്തിന്റെ പൊടിയൊക്കെ വെള്ളത്തിനകത്ത് അലിഞ്ഞു ചേരുവോ? ചോക്ക് പൗഡർ. ചോക്ക് പൗഡർ. ചോക്ക് പൗഡർ soluble ആണ്. But afterwards what will happen? വെള്ളത്തിന്റെ അടിയിലേക്ക് അടിഞ്ഞു ചേരും അല്ലേ? ഓക്കെ. സോ അതിനെ ഇൻസൊല്യൂബിൾ എന്ന് വേണം പറയാൻ. നെക്സ്റ്റ് കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഓക്കെ മീൻസ് കംപ്ലീറ്റ്ലി ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് പൗഡർ ഇറ്റ് ഈസ് സൊല്യൂബിൾ. ഇഫ് ദർ ആർ സ്മോൾ പീസസ് കുഞ്ഞു കഷ്ടങ്ങളായിട്ടാണ് തീർത്ത നേർത്ത പൊടിയല്ല എങ്കിൽ എന്താണ് ഈ that is insoluble. Okay, take water in a glass tumbler and add some milk to it. Stir and leave the tumbler still for some time. Do the water and milk separate or do they remain mixed with each other? ഇവിടെ ഇപ്പൊ ചോക്ക് പൗഡറിന്റെ കാര്യം പറഞ്ഞ പോലെ ചോക്ക് പൗഡർ process gone out. If you have stirred the chalk powder into the water and mixed well, then it is soluble. But after some time, if you keep it for some time without any movement, what will happen? The chalk powder will deposit below the water, means the down part of the water. നമ്മൾ ചോക്ക് പൗഡർ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ സൊല്യൂബിൾ ആയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കി ഏതാ വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കും അല്ലെ, പൊടിയായിട്ട് കിടക്കുന്നത് കാണാം. എന്നാൽ കുറെ പാട്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും. ബട്ട് if you add some if you take a glass some water and add milk with that and stir it well, then afterwards can we separate water and we'll keep for some time without any movement and all, and can we separate the water and the milk again? Can we separate? No. Means if you have added endu add vastrashapokku നടത്തുന്നത്. Okay. ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല പക്ഷി. ഓക്കെ, സാരമില്ല. നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് വെച്ചിട്ട് കുറെ സമയം അനക്കാതെ വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ പാലിന് വെള്ളവും പാലും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? നോ, വി കനോട്ട്, isn't it? സോ ചില ഐറ്റംസ് പക്ഷെ നമ്മളൊരു പാത്രത്തില് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ, coconut oil or something like that, if you pour, what will happen? Aramal, please unmute. We mix some oil with water.
ആൻഡ് സ്റ്റെയർ ഇറ്റ്. നന്നായിട്ട് മിക്സ് ചെയ്തു, എന്നാലും കുഴപ്പമില്ല. എന്ത് സംഭവിക്കും? രണ്ടും കൂടെ ഒരുമിച്ച് ചേരും. രണ്ടും കൂടെ ഒരുമിച്ച് ചേരും. വാട്ട് അബൌട്ട് യു ജോയൽ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്? നോ. ഓക്കെ. അഫ്രോസ് അവിടെ ഇല്ല. ഷാനിഫിന്റെ അഭിപ്രായത്തിൽ എന്താണ്? വെള്ളം ഒഴിച്ചു, വെള്ളവും മറ്റേ എണ്ണയും കൂടെ ഒഴിച്ചു. അതല്ല, ഞാനൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുക. നീ ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ് കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് എണ്ണ എടുക്കുക. അമ്മ വീട്ടിലുണ്ടെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ അമ്മ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിനക്ക് അടി കിട്ടും. ഓക്കെ. ഇനി എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇത് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ. മമ്മി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മതി. കാരണം വാട്ട് വിൽ ഹാപ്പൻ? വെറുതെ എണ്ണ എടുത്ത് കളഞ്ഞാൽ അറിയാലോ. അതുകൊണ്ട് അമ്മ എവിടെയെങ്കിലും പോകുമ്പോൾ, കുടുംബശ്രീക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുകയല്ലേ, ആ സമയത്ത് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് എണ്ണ, ഒരു കുപ്പി എണ്ണയൊക്കെ കഴിച്ചു വെച്ചിട്ട് പിന്നെ എന്റെ പേരൊന്നും പറഞ്ഞേക്കല്ലേ കേട്ടാ. ഓക്കെ. സോ ലിറ്റിൽ ഓയിൽ ആൻഡ് ലിറ്റിൽ വാട്ടർ enough. You can see that how it will be, you know. Any oil you can take, not kerosene oil, but coconut oil or sunflower oil or something like that. Don't take kerosene and all. മണ്ണെണ്ണ എന്താ എടുത്തേക്കല്? നമ്മൾ കുക്കിംഗ് ഓയിൽ ഇല്ലേ വീട്ടിലുള്ള, നിങ്ങളുടെ വീട്ടിലെ എന്ത് ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത് ആ ഓയിൽ. എന്താണ്? പപ്പടം പൊരിക്കുന്നത്. ഓക്കെ. പപ്പടം ഒക്കെ പൊരിച്ചിട്ട് വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണ കാണിയില്ല. ചിക്കനൊക്കെ പൊരിക്കാറില്ല വീട്ടില്. അത് പിന്നെ അമ്മ കളയല്ലോ, പിന്നെ തല്ലാനൊന്നും വരികയല്ല. ഓക്കെ, സാരമില്ല. നല്ല എണ്ണ എടുത്താലേ അമ്മ തല്ലാൻ വരുള്ളൂ. ഓക്കെ. ആ എണ്ണയാണേലും മതി. അതൊരു ലേശം ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും? അത് വെള്ളത്തോട് മിക്സ് ആകുന്നില്ല. മീൻസ് അത് ആ വെള്ളത്തിന്റെ മേളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ ഇങ്ങനെ എണ്ണ പറ്റിയ പാത്രം കഴിയുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അറിയാം, എന്നിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അതിന് മേളിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അത്. പക്ഷെ വി കനോട്ട് സെപ്പറേറ്റ് ഇറ്റ്. പക്ഷെ വെള്ളത്തിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനെ. ബട്ട് അതിൽ തന്നെ കിടക്കുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് മേളിൽ ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ. Take a water in a glass tumbler and add some milk to it. Stir and leave the tumbler still for some time. Do the water and the milk separate, or do they remain mixed with each other? Yes, they will remain mixed with each other. We cannot separate it. Okay, now mix water and coconut oil in the same way. While you observe, do the water and coconut oil separate into two different layers? So, നമുക്ക് കാണാൻ പറ്റും 2 ലെയർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. വെള്ളം അടിയിലും അതിന്റെ മേളിൽ എണ്ണയുമായിട്ടിരിക്കും. പക്ഷെ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. Try with other liquids such as sunflower oil, lemon juice and kerosene. Fill in table 4.6. ഈ അടുത്ത ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ കെറോസിൻ ഓയിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുക. പക്ഷെ അതൊരിക്കലും ഗ്ലാസ്സിലൊന്നും എടുത്തേക്കല്ലേ. കാരണം ഒരു പാത്രത്തിലൊക്കെ കെറോസിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണെണ്ണ. ഓക്കെ. അപ്പൊ നമ്മുടെ കെറോസിൻ ഓയിൽ നമ്മുടെ പാത്രത്തിലൊക്കെ പറ്റിയ പിന്നെ അതിന്റെ സ്മെല്ലും ഒന്നും പോകില്ല. എന്തായാലും നമ്മൾ അതിനകത്ത് വെള്ളമൊക്കെ കുടിക്കാൻ പിന്നീട് എപ്പോഴെങ്കിലും എടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് അതിന്റെ ചുവയുണ്ടാകും. സോ ഷുഡ് നോട്ട് ടേക്ക് കെറോസിൻ ഓയിൽ ഇൻ glasses and all. You can take in coconut shells or bottles which you are not using. Means നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരുന്ന ബോട്ടിലൊന്നും എടുക്കരുത്, പാല് മേടിക്കുന്ന അതൊന്നും എടുക്കരുത്. അല്ലാതെ നമ്മൾ ഉപയോഗമില്ലാതെ വേസ്റ്റ് ആയിട്ട് കളഞ്ഞിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങൾ, ചിരട്ട പോലെയുള്ള സാധനങ്ങളിലൊക്കെ എടുക്കാം കെറോസിൻ ഓയിൽ. Take it and pour little water in that. And in glass, you can take water and lemon juice and sunflower oil in another glass. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളോട് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ ഓരോന്നിലും എന്താണ് സംഭവിക്കുന്നത്. So what will happen if you add kerosene with water? കെറോസിനില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? സെയിം. പക്ഷെ അത് മിക്സ് ആയിട്ടുണ്ടാവും. എന്നാലും മേളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ ഈ വണ്ടിയുടെ ഒക്കെ പെട്രോൾ ഒക്കെ റോഡിൽ വീണ് പോയത് കണ്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? റോഡിൽ ഒരു ഷൈനിങ് തിളങ്ങിയായിട്ടുള്ള മഴക്കാലത്താണ്, വേനൽക്കാലത്തില്ല. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നേ? ഇറ്റ് മിക്സ് വിത്ത് വാട്ടർ ദർ. വെള്ളത്തിലേക്ക് മിക്സ് ആകുമ്പോഴാണ് അങ്ങനെ, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. ഇപ്പൊ ഈ സമയത്തൊക്കെയാണെന്ന് ഒരു റോഡിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോകും, കാരണം ഇറ്റ് ഈസ് തങ്ങി. But during rainy season, means when there is rain and when it is wet, we can see that.
ഓക്കെ. but സെയിം മെത്തേഡ് ഉള്ളി ഇതേപോലെ തന്നെയായിരിക്കും നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചാലും ആ രീതിയിലായിരിക്കും. ലെമൺ എന്താണ് സംഭവിക്കുന്നത്? ലെമൺ പിഴിഞ്ഞ് ഒഴിച്ച് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സൊല്യൂബിൾ. വി കനോട്ട് സെപ്പറേറ്റ് ഇറ്റ്. ഓക്കെ. ഹിയർ ടെസ്റ്റിംഗ് ഡിസിബിലിറ്റി ഇൻ വാട്ടർ. ഓക്കെ. മിൽക്ക് എങ്ങനെയാണ്? സൗണ്ട് വരുന്നുണ്ടല്ലേ? വരുന്നുണ്ടല്ലോ. ഓക്കെ, സാരമില്ല. മിൽക്ക് മിസിബിൾ ആണോ ഇമ്മിസിബിൾ ആണോ? മിസിബിൾ മീൻസ് എന്താണ്? മിസിബിൾ എന്ന് പറഞ്ഞാൽ മിക്സ് ആകുന്നത്. ഓക്കെ. ഇമ്മിസിബിളോ? മിക്സ് ആകുവോ? ഇല്ല. മിൽക്ക് എങ്ങനെയാണ്? നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കോക്കനട്ട് ഓയില് വി ക്യാൻ സെപ്പറേറ്റ്. പക്ഷെ നമുക്ക് അതിന്റെ കോക്കനട്ട് ഓയിലിന്റെ ടേസ്റ്റ് ആയിരിക്കല്ലോ പിന്നെ വെള്ളം മിക്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സൺഫ്ലവർ ഓൾസോ അങ്ങനെ തന്നെയായിരിക്കും. സൺഫ്ലവർ ആ എണ്ണ അത് ഇഴുക്ക് പോലെയുള്ളതാണ് അല്ലെ. നെക്സ്റ്റ് ലെമൺ ജ്യൂസ് ലൈക്ക് മിൽക്കിനെ പോലെയാണ്. സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കെറോസിൻ ഓൾസോ വി ക്യാൻ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. പക്ഷെ എന്ന് വെച്ചാൽ വെള്ളം അതിന് കെറോസിന്റേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവില്ല അതിന്. നെക്സ്റ്റ് ലിക്വിഡ്സ് വിച്ച് മിക്സ് വിത്ത് ഈച്ച് അതർ ആർ കോൾഡ് മിസിബിൾ. മിസിബിൾ മീൻസ് മിക്സിംഗ് മീൻസ് ലൈക്ക് മിൽക്ക് ആൻഡ് വാട്ടർ, ലെമൺ ജ്യൂസ് ആൻഡ് വാട്ടർ. അത് മിക്സ് ആകുന്ന വസ്തുക്കൾക്കാണ് നമ്മൾ മിസിബിൾ എന്ന് പറയുന്നത്. ഇമ്മിസിബിൾ മീൻസ് ലിക്വിഡ്സ് ദാറ്റ് ഡു നോട്ട് മിക്സ് വിത്ത് ഈച്ച് അതർ. മറ്റേ വെള്ളവുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് മിക്സ് ആകാത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്മിസിബിൾ ലിക്വിഡ്സ്. ആൻഡ് യു നോ ഓൾ നോട്ട് ടു മേക്ക് ഇറ്റ് isn't it? അന്നാരായിരുന്നു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആള്? വീഡിയോ ഇട്ട ആളാരായിരുന്നു? വന്നിട്ടില്ലേ? വരാത്ത ആളാണോ? ഓക്കെ. നിങ്ങൾ 1-2 പേര് ഫുഡ് ഉണ്ടാക്കിയിട്ടു. എന്റെ ജോയിലൊന്നും ഉണ്ടാക്കിയില്ല അന്ന്. അവിടെ വേറെ ഏതോ ബിസിനസ്സാ. സ്വന്തമായിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കിയില്ലേ ജോയൽ? നോ. വാട്ട് അബൌട്ട് യു? ഹെവൻ ആയിരുന്നോ? ഹെവൻ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആണെന്ന് എനിക്ക് തോന്നുന്നു. ഹലീമ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയല്ലോ അല്ലെ? മടിച്ചിപ്പെണ്ണ. ഓക്കെ. ജീവ പിന്നെ ജീവനില്ലാണ്ടിരിക്കുമല്ലോ. ഷാനിഫല്ലേ ബിരിയാണി നെയ്ച്ചോറാ? നീ എന്തായിരുന്നു സംഭവം ഉണ്ടാക്കി? പഴം പൊടിച്ചിട്ട് ഓക്കെ. ഷാനിഫ്, what did you say? Okay, super. Next, Shanif, what do you say today you will make? Dosha. Justice, പത്തിരി ചുട്ടു വന്നിട്ട് എവിടെ തിന്നു അല്ലേ? ഗ്രൂപ്പിലേക്ക് വന്നില്ല സാധനം. പത്തിരി ചുട്ടു തിന്നു. അമ്മ ചുട്ടു, ഷാനിഫ് തിന്നു. That's all. Justice, you yourself, my dear, don't say simply. Really? Okay, you have to do by yourself. Should not call your mummy or your grandma. നിന്റെ വീട്ടിൽ ഗ്രാൻഡ്മയൊക്കെ ഇല്ലേ? അവരെയൊന്നും വിളിക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് വീഡിയോ പിടിച്ചിട്ട് ആര് വീഡിയോ പിടിക്കും? ചേട്ടനോട് പറയട്ടെ വീഡിയോ പിടിക്കും. അമ്മയും ഉമ്മുമ്മയൊക്കെ let them sleep. Okay. No. Then Justice, what about you? Justice എന്തോ ഒന്നും ഉണ്ടാക്കിയിട്ട് കട്ടൻ കാപ്പിയോ ചായ? Justice, അറിയലായി? നീ എന്താ കട്ടൻ ചായ ആയിരുന്നു അടുത്തിരുന്നേ? വാട്ട് അബൌട്ട് യു ആരാമല്ല? ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. നീ വല്ലതും അറിഞ്ഞോ? മാസത്തിലൊന്നും ക്ലാസ്സിൽ ഇവർക്ക് കയറുന്നവൻ അതൊന്നും അറിയൂല. ആരാമല് താമസിച്ചു പോയി. സാധനാക്കിട്ടിടാനല്ലേ? ഭക്ഷണം ആക്കിട്ട് അതിന്റെ വീഡിയോ യൂട്യൂബിൽ ഇടാനല്ലേ? യൂട്യൂബിലല്ല, നമ്മുടെ ക്ലാസ് ഗ്രൂപ്പില്. പക്ഷെ യു ഷുഡ് നോട്ട് ആസ്ക് എനി ഹെൽപ്പ് ഫ്രം മമ്മി. യു ഹാവ് ടു ഡു എനിത്തിങ് ബൈ യുവർ. മേ ബി ടീ ഞാൻ ആക്കിയിരുന്നു, പക്ഷെ അത് യൂട്യൂബിലിട്ട് ഗ്രൂപ്പിലിട്ടില്ല. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ അറിയുന്നേ? ഇന്ന് ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നീ തന്നെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അമ്മയുടെ വീഡിയോ പിടിച്ചിട്ട് ഇട്ട് തരാൻ പറ കേട്ടാ. ജോയില് പിന്നെ അഫ്രോസ് പോയി.
അശ്വിൻ എന്താക്കി? അശ്വിൻ ഒന്നും ഉണ്ടാക്കിയില്ല. അമ്മ ഉണ്ടാക്കി തിന്നു. ഷാനിഫിന്റെ കൂട്ട്. നീയാടാ അവനെ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി അല്ലേ? ഓക്കെ. എനിവേ ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നമുക്കറിയാം. യു ഓൾ നോട്ട് ഓൾമോസ്റ്റ്. ഹലിമയുടെ വീട്ടിൽ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കുന്നില്ല. ഹലീമയ്ക്ക് ജീവനില്ല. ജീവിക്കും ഹലീമയ്ക്കും ജീവനില്ല. ഹലീമ ചിരിച്ചോണ്ടിരിക്കുന്നു. ഒയ്യടാ. ഹലീമയ്ക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല മോളെ. Do you know to make a tea? Tea or coffee? Do you know to make? ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ടീച്ചർ. Where is video then? No video. ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. You have to take. ചായ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്താ ഉണ്ടാക്കുന്ന? നെയ്ച്ചോറ്, ബിരിയാണി, പത്തിരി. അതവിടെ ഷാനിഫൊക്കെ പത്തിരി ഉണ്ടാക്കും. പോയാ പക്ഷേ ഇവിടെ ഉണ്ടാ. ഓക്കെ, പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ആ ബോയ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഗേൾസ് ഇറ്റ് ഇസ് ഷെയിംഫുൾ ഫോർ യു. ഈ അതിലും വലിയ സാധനം എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുക. പത്തിരിയേക്കാളും വലിയ സാധനം വേറെ എന്താ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ഉണ്ടാക്കും കേട്ടാ, അല്ലെങ്കിൽ നാണക്കേടാ. പിന്നെ അവൻ പറയും ഈ ചെക്കനായി ഞാൻ പിന്നെ ഹലീമിക്ക് അതുപോലും ആക്കാൻ അറിയില്ല എന്ന് പറയും. What about you, Halima? Okay, leave it. I can't hear you properly. Okay. So miscible liquids and immiscible liquids means miscible which are joined together means which is soluble. Mixing. രണ്ടെണ്ണം മിക്സ് ആകുന്നത്, രണ്ടും തമ്മിൽ പ്രോപ്പർ ആയിട്ട് മിക്സ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ മിൽക്ക് ആൻഡ് വാട്ടർ. പിന്നെ നമുക്ക് വി കനോട്ട് സെപ്പറേറ്റ് ഇറ്റ്. ബട്ട് കോക്കനട്ട് ഓയിൽ ആൻഡ് വാട്ടർ വി ക്യാൻ സെപ്പറേറ്റ് ഇറ്റ്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും വെള്ളത്തില് ആണെന്നില്ല. ഓക്കെ, അത് ഇൻവിസിബിൾ. നെക്സ്റ്റ് ഗ്യാസ് സച്ച് ആസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഓൾസോ സ്ലൈറ്റ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ. Carbon dioxide and oxygen are slightly. What is the meaning of slightly? Slightly means lightly, little bit, but not completely full. മൊത്തം ആകുന്നല്ല എൻ്റെ അർത്ഥം, കുറേശ്ശെ വെള്ളത്തിൽ മിക്സ്. That's what the fish which live in water and the aquatic plants get oxygen from water. അതായത് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒരു കുറച്ചൊക്കെ സൊല്യൂബിൾ ആകും. അതുകൊണ്ടാണ് വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളും സസ്യങ്ങൾക്കും വെള്ളത്തിൽ നിന്നും ഓക്സിജൻ കിട്ടുന്നത്. Plants and animals living in water breathe oxygen dissolved in water. Plants use carbon dioxide dissolved in water for photosynthesis. What is photosynthesis? Justice, what is photosynthesis? First lesson പഠിച്ച photosynthesis എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചെടിയിലുള്ള ഒരു സംഭവം. എന്ത് സംഭവം? ചെടിന്റെ ഇലയില് ഒരു പ്രോസസ് അല്ലേ? പ്രോസസ് ആണ്. വാട്ട് പ്രോസസ് ഇറ്റ് ഈസ്? അത് പ്രോസസ് എന്നാ അറിയത്തില്ല, പക്ഷെ അതിന് സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വേണമെന്നറിയാം. പിന്നെ ബാക്കി എന്തെല്ലാം ആർക്കറിയാം? പഠിച്ചായിരുന്നു. കടൽ പിന്നെ വെള്ളത്തിൽ ഉണ്ടാവുന്ന ചെടികൾക്ക് സുഷിരങ്ങൾ ഉണ്ടാവും. അതാണ് ഫോട്ടോസിന്തസിസ്. Anybody else? What is photosynthesis? What is photosynthesis? Don't know. Here two people are there, they don't know. Heaven, do you know what is photosynthesis? Aramil? ഇലയിലുണ്ടാകുന്നതായാലും അങ്ങനത്തെ എന്തോ. Yo. ആർക്കെങ്കിലും അറിയാവോ? Does anyone knows what is photosynthesis? Nah. Okay, write it 10 times. Plants make their food by the process of making food of plants is known as photosynthesis. That is with the help of carbon dioxide and water and sunlight. Sunlightum carbon dioxide ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജോയലെ വല്ലതും കേട്ടിട്ടുണ്ടോ ഈ സംഭവം? ഗുഡ്. നമ്മൾ നമ്മൾ ശ്വസിച്ചു വിടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ദാറ്റ് ഇസ് കറക്റ്റ്. പുറത്താക്കി വിടുന്ന സംഭവം അത് ഉപയോഗിച്ച് പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. known as photosynthesis. Okay, plants and elements living in water breathe oxygen dissolved in water. വെള്ളത്തിലുള്ള
വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് അവിടെ ജീവിക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബ്രീത്ത്. നെക്സ്റ്റ്, plants use carbon dioxide dissolved in water for photosynthesis. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ആര്? അക്വാറ്റിക് പ്ലാന്റ്സ്. Some gases such as nitrogen are however not soluble in water. Not all gases are soluble in water. എല്ലാ ഗ്യാസും soluble അല്ല. Gases like nitrogen is not soluble in water. Nitrogen പോലെയുള്ള വസ്തുക്കൾ വെള്ളത്തിൽ അലിയത്തില്ല, ഗ്യാസ്. Okay. Thus, matter can be classified on the basis of its solubility in water. So, നമുക്ക് അങ്ങനെയും വസ്തുക്കളെ വേർതിരിക്കാം. അതായത് soluble in water or insoluble in water എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് വസ്തുക്കളെ തരംതിരിക്കാം. Next, density or floating and sinking. If you drop an iron nail in water, it will sink. See, you have take one knife, put it in your bucket full of water. What will happen for that knife? I want answer from Adira. Adira, what will happen? Take one knife. Knife means you know, no? Okay. Take one bucket of water. Half or a full or how much water you want, you can take bucket of water and put the knife into the bucket. What will happen for the knife? നൈഫിന് ഒരു വെള്ളത്തിന്റെ ഒരു പറ്റും ഉണ്ടാവില്ല. മിസ് എന്താ നൈഫ് എന്താ? കത്തി. തുരുമ്പ് പിടിക്കും. വെള്ളത്തിൽ ഇട്ടപാട് തുരുമ്പ് പിടിക്കും. It will sink into the water. അത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും അല്ലേ? ഓക്കെ. If you take a wooden piece, ഒരു വിറക് കഷ്ണം, if it is dried well, നന്നായിട്ട് ഉണങ്ങിയതാണ്, if you put into the water, what will happen? ചിലപ്പോ പൊങ്ങി കിടക്കും. If it is wet, it will sink into the water. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകും. Otherwise, what will happen? It will float on the water. And you might have seen coconuts. If you put a coconut into water, what will happen? It will sink. Aramal, you have coconut. സിംഗയും പൊങ്ങി കിടക്കും. രണ്ടും നീ തന്നെയാണ് പറയുന്നത്. വലിയ പുഴയൊക്കെയാണ് പോകുന്നത്. വലിയ പുഴയൊക്കെയാണ് പൊങ്ങി കിടക്കും. ചെറിയ പുഴയൊക്കെ ആണെങ്കിലോ? ചെറിയ പുഴയൊക്കെയാണ് താന്നു പോകും. പിന്നെ any other opinion? Joel is silent. Why Joel is silent? Joel ഓടിച്ചെന്നിട്ട് ഒരു തേങ്ങ എടുത്ത് കിണറ്റിലേക്ക് ഇട്ട് എന്ത് സംഭവിക്കും നോക്കാലോ. കിണറില്ലേ? പിന്നെന്താ ഉള്ളേ? ബോർവെല്ലിൽ 1,00,000 രൂപയുടെ ഒക്കെ സാധനമായിരിക്കും. അതിനകത്തോട് കോക്കനട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1,00,000 രൂപ എങ്ങനെ ഉണ്ടാക്കാനാ? അല്ല, വെള്ളാണെങ്കിൽ പിന്നെ തൊട്ടി കയറി ഇട്ടിട്ട് നമുക്ക് സാധനം പൊക്കി എടുക്കാൻ പറ്റും, തേങ്ങ. പക്ഷേ ഓക്കെ ജോയല്, ടേക്ക് 1 bucket of water and put that coconut into that water. ബോർവെല്ലും വേണ്ട, വെല്ലും വേണ്ട. അപ്പൊ നമുക്കറിയാലോ എന്താ സംഭവിക്കുന്നത്. ബക്കറ്റ് പൊട്ടിപ്പോകും. ബക്കറ്റ് പൊട്ടിപ്പോന്ന് പറഞ്ഞാല് ഓക്കെ. ഞാൻ എന്നൊരു ദിവസം അങ്ങനെ എടുത്ത് ബക്കറ്റിന്റെ അകത്ത് just put it told. Don't throw. If you throw it, this plastic bucket, it will break. യുവാനി ഉദ്ദേശിച്ച 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അറിയുന്ന കാര്യ. Okay. It will float, means it will not sink. Coconut will not sink into the water. മനസ്സിലായോ? നിങ്ങളിപ്പം ജസ്റ്റസ് പറഞ്ഞാലും വലിയ പുഴയിലാണേലും ചെറിയ പുഴയിലാണേലും അതും വെള്ളത്തിലേക്ക് താന്നു പോവില്ല. ഒരു ബക്കറ്റിലെ വെള്ളം എടുത്താലും ലിറ്റിൽ മീൻസ് ഹാഫ് പാർട്ട് വിൽ ബി അണ്ടർ ദ വാട്ടർ. പക്ഷെ അതിന്റെ ബാക്കി വെള്ളത്തിൽ ഫ്ലോട്ട്, ബിക്കോസ് ഇൻസൈഡ് ഇറ്റ് ഈസ് ഹോളോ. അതിന്റെ ഉള്ളിൽ ഹോളോയാണ്. നമുക്കറിയാം കോക്കനട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയാം അല്ലേ? ആ വെള്ളം ഉള്ള ഭാഗം കരിക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ താഴും. അതിനകത്ത് കുറേ കൂടെ വാട്ടർ ഉണ്ട് ഇൻസൈഡ്.
ബട്ട് ഇറ്റ് ഇസ് എ കോക്കനട്ട് ആയിട്ടാണെന്നറിയില്ല, അതിനുള്ളിൽ കുറച്ച് ഹോളോ ആണ്. മീൻസ് എന്താ ഹോളോ എന്ന് പറഞ്ഞാല് ഗ്യാപ്പ് ഒക്കെ ഉള്ളത്, എയർ മാത്രമേ ഉള്ളൂ, അത് താന്നു പോകത്തില്ല. ഓക്കെ, ഇനി വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ വെള്ളത്തിൽ പോകും. നമ്മളിപ്പോ കപ്പ്, നിങ്ങളിവിടെ പ്ലാസ്റ്റിക് കപ്പ് ഉണ്ട്. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കുക, വീട്ടിലുള്ള ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കപ്പ് സാധാരണ ഗതി നമ്മളിട്ട് അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയുള്ളൂ, താന്ന് അടിവരം പോകത്തില്ല. പക്ഷെ നമ്മൾ സ്റ്റീലിന്റെ കപ്പൊക്കെ ആണെങ്കിലോ ഡയറക്ട്ലി ഇറ്റ് വിൽ ഗോ ഡൗൺ, ഇറ്റ് വിൽ സിങ്ക്. ഓക്കെ, so if you drop an iron nail in water it will sink, but a piece of wood will float on the water. പക്ഷെ ഒരു വലിയ മരത്തിന്റെ കഷ്ണമാണെന്നറിയില്ല, അത് ചിലപ്പം വെള്ളത്തിലേക്ക് താന്നു പോയെന്ന് വരും കുറച്ച്. അല്ലാതെ സാധാരണ നമ്മുടെ വിറകിനൊക്കെ എടുക്കുന്ന തരമുള്ളതൊന്നും വെള്ളത്തിലേക്ക് താഴ്ന്നു പോവില്ല. ഓക്കെ, you will find that iron is the heaviest and wood is the lightest. Means if you weigh equal volumes of iron and water and wood, you will find that iron is the heaviest and wood is the lightest. ഇനി നമ്മൾ നോക്കിയോ, iron is the heaviest thing, isn't it? iron എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇരുമ്പ് എന്ന് പറയുന്നത്. നമ്മളൊരു കത്തി എടുത്തു, ഒരു കത്തിയുടെ അതിന് നമ്മൾ എടുക്കുമ്പോൾ ഒരു വാക്കത്തി എടുക്കുമ്പോൾ അതിന് വെയിറ്റ് ഉണ്ട്. പക്ഷെ അത്രയും നീളത്തിലുള്ള ഒരു കമ്പെടുത്താലോ അതിന് വെയിറ്റ് ഉണ്ടോ? ആ വാക്കത്തിയുടെ അത്രയും വെയിറ്റ് ഉണ്ടോ? ഇല്ല. ഇന്ന് നിങ്ങളുടെ വീട്ടിലുള്ള കോടാലിയോ തൂമ്പയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിലില്ലേ? ഉണ്ടോ? ഡു യു ഹാവ് എനി എക്യുപ്മെന്റ്സ് ലൈക്ക് ദാറ്റ് വേ? സിക്കിൾ, സ്പൈഡ്, ഇങ്ങനത്തെ എന്തെല്ലാം ഉണ്ടോ? സ്പൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൂമ്പ, തൂമ്പയൊക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടില്? ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, സോ സ്പേഡ്, ചിക്കൽ, നൈഫ്, അങ്ങനത്തെ സാധനങ്ങൾ, ഹാമർ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടില്. ഇറ്റ് ഇസ് isn't it? It has good weight. ഹാമറിനൊക്കെ നല്ല വെയിറ്റ് ഇല്ലേ നിങ്ങളുടെ വീട്ടില്? ഹാമർ മീൻസ് കേട്ടോ ചുറ്റിക. ഈ ചുറ്റിക വെയിറ്റ് ഇല്ലേ? ഓക്കെ, അത് എത്ര വലിപ്പമുണ്ട്? ചുറ്റികയൊക്കെ ചിലപ്പോ ഇത്രേ കാണുള്ളൂ, ചിലപ്പോ ഇത്രയും. അപ്പൊ അത്രയും സാധനത്തിന്റെ അത്രയും വെയിറ്റ് ഭയങ്കരമായിട്ട് തോന്നും നമുക്ക്, അല്ലെ? ഇനി അത് അത്രയും നീളത്തില് നമ്മളൊരു കോല് മുറിച്ചു കഴിഞ്ഞാല് എന്താണ് അതിന് സെയിം വെയിറ്റ് ആണോ? നോ. വുഡൻ പീസ് ഈസ് വെയിറ്റ്ലെസ് കമ്പയർഡ് ടു ദിസ് അയൺ പീസ്. ഒരു കത്തി, ഇത്രയും നീളമുള്ള ഒരു കത്തി എടുക്കുക, ആ കത്തിയുടെ അത്ര നീളത്തിൽ ഒരു ഉണങ്ങിയ കമ്പും കൂടെ മുറിച്ചെടുത്ത which one will be more heavy? Knife will be more heavy, isn't it? So here, and if you take that much water also, വാട്ടറിനെ വെച്ച് നോക്കിയാലും നമ്മുടെ ഈ പറഞ്ഞ വുഡൻ പീസിന് വെയിറ്റ് കുറവായിരിക്കും. Water and wood, you will find that iron is the heaviest and wood is the lightest. An equal volume of aluminum will be lighter than iron but heavier than water. ഇപ്പൊ നമ്മള് അയൺ കൊണ്ടുള്ള നൈഫിന് പകരം ഒരു അലുമിനിയം നൈഫ് അല്ലെങ്കിൽ ഒരു സ്റ്റീൽ നൈഫ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്, അയൺ ആയിരിക്കും വെയിറ്റ് കൂടുതൽ. It will sink in water. An equal volume of cotton will be lighter than water. It will float on water if placed on wax paper. So, what about cotton? Cotton endana? Cotton ee parna pole iron etra weight undo? Cotton means what? പഞ്ഞിയുടെ എത്ര? പഞ്ഞിക്ക് വെയിറ്റ് ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. Which one is more heavy, 1 kg of cotton or 1 kg of iron? മനസ്സിലായില്ലോ സർ. Which one is more heavy, 1 kg of cotton or 1 kg of iron? 1 കിലോ അയൺ ആണോ 1 കിലോ കോട്ടൺ ആണോ കൂടുതൽ ഭാരം? ആ രണ്ട് സെയിം അല്ലേ? ആണോ? ആ 1 കിലോ 1 കിലോ. പക്ഷെ വലിപ്പം കൂടുതൽ മഞ്ഞിക്കായിരിക്കും. Please, one by one. Heaven, are you alive? No. Adira, what about you, Adira? What is your opinion? Adira, please wait. Heaven is replying. Iron ആയിരിക്കും കൂടുതൽ. Adira, what about you? Wait. Heaven, your chance is over. Adira, please, firstly.
1 kg of iron or 1 Adre, please hear, don't ask mummy. 1 kg of iron or 1 kg of cotton is more heavy. Iron. Iron. Okay, what about you, Joel? What is your opinion? Joel? Hey, don't ask anybody else, Aromal. Find out the answer by yourself. Don't ask anybody. ഞാൻ പറയാം. എന്റെ ചേട്ടൻ വന്നിരുന്നു. Just to say your chance is over. Joel, fastly. Time is ആ, going. ഞാൻ നീ ആണ് Joel. മിസ് ചെയ്യാൻ പോന്നേ. Iron. Iron. And Aromal. Aromal പോയി. ഹലിമ, നമ്മുടെ ടൈം വേഗം കട്ടാവും. വേഗം നട്ടെ. അയണ്. അയൺ. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടോ? കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ല മിസ്സേ. ഇല്ല. ഓക്കെ, ഇതാരാ? അഫ്രോസ്. ഏറ്റവും ഉത്തരം പറയാം മിസ്സേ. ജുവാന, are you alive? Juvana is. Answer എന്താ? Cotton is more heavy. എന്താ വെച്ചാൽ ഒന്നുകൂടെ പറയോ? ഇത്ര സമയം പറഞ്ഞിട്ട് കേട്ടില്ല. നമ്മുടെ സമയം ചെയ്ത് കട്ടായി പോകും. കട്ടായി കിട്ടുന്നില്ല. 1 kg of iron and 1 kg of cotton, which is more heavy? Which is more heavy? 1 kg of അയൺ. iron.